എന്നും പോലെ തുടരുകയാണ് ഞങ്ങളുടെ ഈ ഒരു കവിത പ്രയാണം അല്ലേ രവിവേട്ട? അതെ. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഏതാണ്? വിത്തറ്റ കൃഷി. കൃഷി വിത്തില്ലാണ്ട് എങ്ങനെ കൃഷി ഇറക്കാം, അതാണ്. ഇത് 1966 എഴുതിയ ഒരു കവിതയാണ്. സ്വാതന്ത്ര്യം കിട്ടി 20 വർഷം കഴിഞ്ഞിട്ടും ഭാരതത്തിൽ കൃഷിക്കാരുടെ സ്ഥിതിയിൽ വലിയ മാറ്റമൊന്നും വന്നില്ല. അപ്പം കവിക്ക് വലിയ പ്രയാസമായി. ഇന്നും ആ അവസ്ഥ മാറിയിട്ടില്ല. ഇന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കൂടുതൽ ശക്തമായി പ്രതികരിക്കുമായിരുന്നു. കൃഷിക്കാരന്ന് വിത്തിന് വേണ്ടി വെച്ച നെല്ലാണ് എടുത്തുണ്ണുന്നത്. അർദ്ധ പട്ടിണിയിലായിരുന്നു കൃഷിക്കാർ എന്നർത്ഥം. ജീവിതകാലം മുഴുവൻ രാത്രിയും പകലും അധ്വാനിച്ചിട്ടും, രാത്രി പോലും അധ്വാനിക്കുന്നവർ, കാവലി നിൽക്കാനൊക്കെ തുടങ്ങിയ പല പ്രക്രിയകളുണ്ട്. അധ്വാനിച്ചിട്ടും തങ്ങൾക്ക് പട്ടിണിക്കാരായി തുടരേണ്ടി വരുന്നതിൽ വളരെയധികം പ്രയാസപ്പെട്ട കുടുംബക്കാരാണ് കൃഷിക്കാർ. ഇന്നും ആ അവസ്ഥ മാറിയിട്ടില്ല. അതിനെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ്. കവി പറയുന്നത്, നമ്മൾ മൂലം മറക്കരുത്, അല്ലയോ ഭരണകർത്താക്കളെ, നമ്മൾ മൂലം മറക്കരുത്. ഒരു ചെടിക്ക് ഏതുപോലെയാണോ അതിൻ്റെ വേരിനാണ് നമ്മൾ വെള്ളമൊഴിക്കേണ്ടത്. നിങ്ങളും ആ വേരിന് വെള്ളമൊഴിക്കണം എന്നുള്ള കാര്യം മറക്കരുത്. നമ്മുടെ വേരുകൾ ഈ കൃഷിക്കാരെന്നർത്ഥം. ഇവർ തന്നിട്ട് വേണം, അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവർ അധ്വാനിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ നടക്കാൻ. സ്വാതന്ത്ര്യം കിട്ടി, സ്വാതന്ത്ര്യമാർക്ക് കിട്ടി, മന്ത്രിമാർക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഉദ്യോഗസ്ഥന്മാർക്ക് സ്വാതന്ത്ര്യം കിട്ടി, സാധാരണക്കാരന് ഇപ്പോഴും കഞ്ഞി കുമ്പിളിൽ തന്നെയെന്നാണ് കവി പറയുന്നത്. അതാണ് അങ്ങനെയുള്ള കൃഷിക്കാര് ഒരുപാട് കവിത എഴുതിയിട്ടുണ്ട് അദ്ദേഹം. കൃഷിക്കാർ പി കുഞ്ഞിരാമൻ നായർ എപ്പോഴും പാവപ്പെട്ടവന്റെ കൂടെയും കൃഷിക്കാരൻ്റെ കൂടെയും മിണ്ടാപ്രാണികളുടെ കൂടെയും നിന്ന കവിയായിരുന്നു. അവരെ തന്നെ പറയുക നടന്ന കവിയായിരുന്നു. അവർക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്തു, ഒരുപാട് അലിഞ്ഞു നടന്നു, ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പെട്ടു. ആ അലച്ചിലുകൾ എന്തിനു വേണ്ടിയായിരുന്നു? അതൊക്കെ അനുഭവങ്ങൾക്ക് വേണ്ടിയായിരുന്നു, തീവ്രമായ അനുഭവങ്ങൾക്ക് വേണ്ടി. അങ്ങനെയാണ് അദ്ദേഹത്തിന് പീഡികത്തിണ വീടാക്കി സഹോദരി മയങ്ങുന്നൊക്കെ കാണാൻ കഴിഞ്ഞു. അങ്ങനെയാണ്. അതൊക്കെ നേരിട്ട് കണ്ട കാഴ്ചകളാണ് നടത്തുന്നത്. അങ്ങനെയുള്ള കവിയുടെ വിത്തറ്റ കൃഷിയാണ് നമ്മളിപ്പോ എടുക്കുന്നത്. വിത്തറ്റ കൃഷി. പിന്നെയും നിൽക്കെഴുതിയ കന്യമാർ വെള്ളണിപ്പാടത്തു വന്നെത്തി. തന്നങ്കിമാരുടെ കൈകളിലൊക്കെയും ഇന്ദ്രനീലത്തിൻ കലശങ്ങൾ. പൊന്നിൻ വളയിട്ടു മിന്നുന്ന കൈകളാൽ മഞ്ഞൾ തൂമുത്തുകൾ പാകുന്നു. നിങ്ങൾ പാടുമ്പോൾ അതിന്റെ ഇതൊന്ന് വേറെ തന്നെയല്ലേ. പക്ഷേ കവിയുടെ പുത്രന്റെ നാവിന് കേൾക്കുന്നതായിരിക്കും ജനങ്ങൾക്ക് കൂടുതൽ. അതൊന്നും ഇല്ലപ്പോ. സംഗീതം തന്നെ. ഒന്നും പിന്നെയും നീൽക്കണ്ണെഴുതിയ കന്യമാർ വിണ്ണണി പാടത്തു വന്നേത്തി. തന്വങ്കിമാരുടെ കൈകളിലൊക്കെയും ഇന്ദ്രനീലത്തിൻ കലശങ്ങൾ. പൊന്നിൻ വളയിട്ടു മിന്നുന്ന കൈകളാൽ മഞ്ഞിൽ കുമുത്തവർ പാകുന്നു. കന്നി വിള കൊയ്ത പാടങ്ങളൊക്കെയും പിന്നെയും ചന്ദനമായല്ലോ. കക്കകൾ ഞാനുൾ പെറുക്കി കളിക്കുന്നു, കൊക്കുകൾ തോരണം തൂക്കുന്നു. കണ്ഠത്തിൽ നീങ്ങുന്ന വെള്ളമേഘങ്ങൾ തൻ കണ്ഠമണികൾ കിളുങ്ങുന്നു. തേനൊലിപ്പാട്ടുകൾ കേട്ട വയലിനു
വായിൽ പൊന്മുള പൊട്ടുന്നു ചുറ്റും വിരിച്ചൊരി കന്നി വയലുകൾ നട്ടു കഴിഞ്ഞവർ കേറുന്നു ചുണ്ടൻ വരമ്പു കരവെച്ച പാടത്തു മുണ്ടകൻ മെല്ലെയുണരുന്നു പാടത്തിനൊത്ത നടുക്കെന്റെ നിന്നിലം പാഴ്മരുഭൂമിയായി കേഴുവാൻ. അങ്ങനെ പോകുന്ന വരികൾ അത്രേ ഉള്ളൂ. ചെറുത്. കണ്ണുകളില്ലേ വളമില്ലേ നീ വേട്ട കന്നിപ്പെണ്ണാളും തുണയില്ലേ കണ്ണുകളില്ലേ വളമില്ലേ നീ വേട്ട കന്നിപ്പെണ്ണാളും തുണയില്ലേ പൊന്നും ചിലമ്പിട്ടു നീലമല വഴി വന്നിറങ്ങുന്ന മഴയില്ലേ പാടമുണ്ടൻ കയ്യിലിറക്കനുണ്ട്. എങ്ങനെയാണത്? പാടമുണ്ടൻ കയ്യിലിരക്കുന്നുണ്ട് അല്ലെ? പാടമുണ്ടൻ കയ്യിലിരക്കുന്നുണ്ട് പാടുപെടുന്നൊരു പെണ്ണുണ്ട് വിണ്ണിനലിവുണ്ട് തെന്നലുമുണ്ടെന്നാൽ വിത്തെടുത്തുണ്ടുപോയാണ്ട് മർത്യനിപ്പാലെ കൃഷി ചെയ്യും മർത്യൻ തൻ വിത്തെടുത്തുണ്ണും കൃഷിക്കാരൻ മർത്യനിപ്പാരിൽ കൃഷി ചെയ്യും മർത്യൻ തൻ വിത്തെടുത്തുണ്ണും കൃഷിക്കാരൻ. ഇനി അടുത്ത കവിതയുമായി അടുത്ത പ്രാവശ്യം.